മായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പരിശോധിക്കുന്ന സമയത്ത് ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെ കരയാതിരിക്കും? മുർസലീങ്ങളുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ വളരെ ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും അങ്ങേയറ്റത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത് എന്നുള്ളതായ വിഷമമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്താ ലം യജിദ് ഫിറാശൻ യനാമു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങാൻ ഒരു വിരിപ്പ് പോലും ഇല്ലാത്തതായ അവസ്ഥ, ഒരു തലയണ പോലും ഇല്ലാത്തതായ രംഗമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയായി. അപ്പോഴാണ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്കീക ഇബ്നുൽ ഖത്താബ്, ഓ ഖത്താബിന്റെ മകനെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാല യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, വമാ ലീ ലാ അബ്കി, ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഇവിടെയുള്ളതായ പായ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗങ്ങളിലെ അടയാളങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. കിടന്നുറങ്ങിയിട്ട് ആ ഈത്തപ്പന മരത്തിന്റെ ഇലകളെ ഓലയിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കിയതായ പായ, ആ പായയിൽ കിടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ അടയാളങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും കരഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നതായ കാര്യങ്ങളല്ലാതെ വേറൊന്നും ഈ വീട്ടിലില്ലല്ലോ നബിയെ എന്നും പറയുകയാണ്. പാരിസ്, റോം, ആ രാജ്യങ്ങളിലും അവർക്കുള്ളതായ ആ ചക്രവർത്തികൾക്ക് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കിസ്റ, കൈസർ, അവരെ ഫിസ്സിമാർ വല്ലൻഹാർ, ഒരുപാട് കൊട്ടാരങ്ങള്, പഴവർഗ്ഗങ്ങള്, പുഴകള്, ഇതെല്ലാം അവർക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും അല്ലാഹു തആലക്കാരും ആരാധിക്കുന്നില്ലല്ലോ. എന്നിട്ട് പോലും അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വഅൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള നിർദ്ദേശം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ലം യറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു, ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ളതായ ഒരു അഭിപ്രായം, ഒരു വിഷയം നബി തങ്ങൾക്ക് തീരെ ഇഷ്ടമായില്ല. അള്ളാഹുവിനോട് തന്റെ ഉമ്മത്തിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണം എന്നുള്ളതായ, പ്രാർത്ഥിക്കണം എന്നുള്ളതായ ഒരു വിഷയം നബി തങ്ങൾക്ക് ഇഷ്ടമായില്ല. എന്തേ ഇഷ്ടമാകാത്തത്? ഫഖദ് കാന യുഹിബ്ബു الزهادة والقناعة لنفسه ولأمته, തന്റെ സ്വന്തം ശരീരത്തിനേക്കും തന്റെ സമുദായത്തിനേക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവ രീതി, പ്രപഞ്ചത്യാഗിയായി കൊണ്ടുള്ളതായ ജീവിതശൈലി, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുകയും എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇത് പറയാനാണോ നിങ്ങൾ ഇവിടെ വന്നത്? എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അമാ തറല്ലാ അൻ തകൂന ലഹുമുദ് ദുനിയ, ആ നേരത്തെ പറഞ്ഞതായ ഫാരിസ്, റോം, അവർക്ക് ദുനിയാവ് അല്ലാഹു തആല നൽകുകയും വലനൽ ആഖിറ, നമ്മൾക്ക് ആഖിറം നൽകുകയും ചെയ്യുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഖാല ബലാ, അതേ നബിയെ, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. യാ റസൂലല്ലാഹി അസ്തഗ്ഫിറുലി, എനിക്ക് പുറത്തു തരണമെന്ന് പറയുകയായിരുന്നു. ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹദൻ നാസി ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് സാഹിദീങ്ങളിൽ, പ്രപഞ്ചത്യാഗികളിൽ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്യാഗിയായി കൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചതായ ഒരു മഹാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആശ ഫീ ഗായത്തിൽ ബസാത്തത്തി വനിഹായത്തിൽ ബസാദ, എത്രത്തോളം എന്ന് വെച്ചാൽ ലാലിത്യത്തിന്റെ അങ്ങേയറ്റത്തിലും
ആഡംബരം ഇല്ലാത്തതായൊരു ജീവിത ശൈലിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്ന് മാത്രമല്ല, ദുനിയാവിൽ വെച്ചുകൊണ്ട് ആഖിറത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തത്. പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിൽ പറഞ്ഞതുപോലെ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ആദ്യത്തേതിനേക്കാൾ ദുനിയാവിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടത് ആഖിറത്തിലാണ് എന്നുള്ളതും വലസൗഫ യുഅതീക, നിങ്ങൾക്ക് പിന്നീട് നൽകപ്പെടുന്നതാണ്, റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവേ, ആ സമയത്ത് നിങ്ങൾ തൃപ്തിയുള്ളവരാകും, സംതൃപ്തിയുള്ളവരാകും. ഈ രീതിയിലുള്ളതായ പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആനിന്റെ നിർദ്ദേശം ഭൂമി ലോകത്ത് നമ്മൾക്ക് ലഭിക്കുന്നതായ താൽക്കാലികമായ സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ നടക്കരുത് എന്നതിൻ്റെ വളരെ സ്പഷ്ടമായൊരു പാഠനിർദ്ദേശമാണ് ഈ ഒരു സംഭവത്തിൽ